നമസ്തേ, ജ്യോതിർമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാത്തവരായിട്ടോ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളൊരു പാട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഈണം നമ്മൾ മനസ്സിലാക്കാൻ നോക്കും, ശരിയല്ലേ? പക്ഷേ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ ലിറിക്സിനും അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾക്ക്. അത് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മളുടെ ഭാഷയിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും ഓരോ ശബ്ദത്തിനും ഓരോ അക്ഷരം ഉണ്ടെന്ന് വേണം പറയാൻ, ശരിയല്ലേ? അത് എന്നോട് ചിലപ്പം ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കാറുണ്ട്, ടീച്ചർ ഏത് ദായാണ്, ഏത് ധാ എന്നൊരു ശബ്ദം പറഞ്ഞാൽ അത് ഏത് ദായാണ് എന്ന് ചോദിക്കാറുണ്ട്. എഴുതുമ്പം ഏത് ദായാണ്, ഒരു ദായേ ഉള്ളൂ, ഒരു ദായേ ഉള്ളൂ, ഒരു ധായേ ഉള്ളൂ. ത ഥ ദ ധ, ഈ ഡിഫറൻസ് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ കൊളോക്കിയലായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ വീട്ടിൽ പറയുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നമ്മൾ പറയാറുണ്ട്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാറുണ്ട്. പലതും ഇപ്പം നിർബന്ധമില്ല എന്ന് പറയാറുണ്ട്. നിർബന്ധം എന്ന് നമ്മൾ സ്ട്രിക്ട്ലി അങ്ങനെ പറയണമെന്നില്ല. ഇതേപോലെ തന്നെ ഒരു നാട്ടിൽ ചിലപ്പോൾ അവിടുത്തെ സംസാര രീതിയും ഭാഷയും ഡിഫറെൻ്റ് ആയിരിക്കാം. ഒരു പ്രത്യേക ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു പാട്ടാണെങ്കിൽ അവിടെ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ശൈലി തന്നെ നമുക്ക് യൂസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയുമല്ല, ഇത് സാധാരണ ഒരു മലയാളം പാട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അക്ഷരങ്ങൾക്ക് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുത്ത് തന്നെ യൂസ് ചെയ്യണം. അത് നമ്മൾ ഇപ്പം മധ്യ കേരളം എന്ന് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ കേട്ടോ. മധ്യ കേരളം എന്നാണ് കറക്റ്റായിട്ട് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അതിന് ഇവൻ ന്യൂസിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാം മധ്യ കേരളം എന്ന് പറയുന്നത്. മധ്യ കേരളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോത്തില്ലേ? ഈ ചില കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു അക്ഷരത്തിനെ തന്നെ മാറ്റിക്കൊണ്ടുപോകും, അതിൻ്റെ ആക്സെൻറ്റിനെ അങ്ങ് ചേഞ്ച് ചെയ്യും. അപ്പം താമര എന്ന ഒരു വാക്ക് താമരയാണ്, അല്ലേ? താമരയല്ല, താമേ എന്ന് വരുന്നത് ശരിയല്ല. താമര. താമരക്കണ്ണൻ ഉറങ്ങേണം എന്നുള്ള പാട്ടിലെ താമരക്കണ്ണൻ ഉറങ്ങേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സിംഗിങ്ങിൽ വരാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും.